ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ഉമ്മി സി വേൾഡ്. ഇപ്പം നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല മൊരിഞ്ഞ ദോശ കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. അതെന്താണെന്നും കൂടെ കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഇതാ ഈ ഒരു കപ്പിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളക്കുന്നത്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാക്കരിയാണ്, റേഷൻ കടയിൽ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്കാണ് ഉഴുന്നിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂറോളം കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉഴുന്നിൻ്റെ വെള്ളം ഞാൻ മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കളയേണ്ടതില്ല, നമുക്ക് അരി അരയ്ക്കാനായിട്ട് എടുക്കാം. ഇതാ ഞാൻ ഗ്രൈൻഡറിലാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിൽ തയ്യാറാക്കുന്നവരും അങ്ങനെ ചെയ്യാം. അപ്പം ഉഴുന്ന് ആദ്യം ഞാൻ അരച്ചതിന് ശേഷമാണ് പിന്നെ അരി അരച്ച് കൊടുക്കുന്നത്. അപ്പം മസാല ദോശ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇടുമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും കൂടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. അതാ ഞാൻ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം നമ്മൾ ഉഴുന്ന് കഴുകിയ ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഉഴുന്നതാണ് ഞാനൊരു 15 മിനിറ്റിന് ശേഷമാണ് അതാ തുറന്ന് നോക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഉഴുന്നൊക്കെ ഒന്ന് ആടി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്രൈൻഡർ ഇല്ലാത്തവർ മിക്സിയിൽ ആട്ടിയെടുത്താലും മതിയാകും. അപ്പം നമ്മൾ ചാക്കരിക്ക് പകരം അല്പം ചോറ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതേ രീതിയിൽ ആദ്യം ഉഴുന്നൊന്ന് കോരി മാറ്റിയതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് തയ്യാറാക്കിയെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളിന്ന് ചെയ്ത് നോക്കണം. നല്ല മൊരിഞ്ഞ മസാല ദോശയായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ സാധനം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതാ ഞാൻ അങ്ങനെ രണ്ടാമത് ഉള്ള അരിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെയും കൂടെ ഒന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസമാണ് അരിയെല്ലാം അരച്ച് വയ്ക്കുന്നത്. ഇപ്പം എന്താ ഞാൻ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ടവർക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇത് ചുടാൻ നേരം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഞാൻ നല്ല രീതിയിൽ കൈകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പം മസാല ദോശയ്ക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മസാലയാണ്. മസാലയ്ക്കായിട്ട് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനൊരു ക്യാരറ്റ്, 2 പച്ചമുളകും 2 സവാള എടുത്തിട്ടുണ്ട്. അതിന് ഇതേ രീതിയിൽ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാൻ ഇത് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊക്കെ എന്തായെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആ മാവെല്ലാം നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് മാവ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രൈൻഡർ കഴുകിയ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സവാളയെല്ലാം വഴറ്റാൻ വെച്ചത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് നല്ലതുപോലെ ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഈ ഒരു സ്മാഷർ വെച്ചാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പൂൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകും.
ഇതാ പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റ് സവാള എല്ലാം നല്ല രീതിയിൽ അതൊന്ന് യോജിച്ച് കിട്ടണം. അപ്പം ഇതിനകത്തിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇതുവരെ. ഇനിയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മസാല ദോശയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ അതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി. അപ്പം എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയാണ് നമുക്ക് അതിനകത്തിൽ ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മാവെല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം റവ മതിയാകും. എന്നിട്ട് റവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല പോലെ അതിനെ കട്ട കിട്ടാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ദോശ നല്ല ക്രിസ്പി ആയിട്ടും നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശ കിട്ടാനാണ് ഞാൻ റവ ചേർത്ത് കൊടുത്തത്. നന്നായി ചൂടായി കിടന്ന ദോശക്കല്ലിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കുകയാണ്. ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ദോശക്കല്ലിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ദോശമാവ് ഒഴിച്ച് നന്നായിട്ട് നൈസായിട്ട് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ രീതിയിൽ എത്രമാത്രം നമുക്ക് നൈസാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ആയിട്ട് നൈസാക്കി എടുത്ത് ആ ദോശയിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തൊരു ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതിയാകും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ കണ്ട ദോശയൊക്കെ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ്ട് നല്ല മൊരിഞ്ഞ ദോശയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ അടുത്ത ദോശയും കൂടെ റെഡിയാക്കുകയാണ്. അതിനായിട്ട് ചൂടായി കിടന്ന ദോശക്കല്ലിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. എത്രമാത്രം നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മസാല ദോശയായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയിൽ ഞാൻ അടുത്തതും പരത്തി എടുത്തിട്ടുണ്ട്. മസാല ദോശയിലേക്ക് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെയും കൂടെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ദോശയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഞാൻ മുളക് ചമ്മന്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇത് വടച്ചമ്മന്തിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വെള്ളച്ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ഐറ്റം 4 കറികളും ആയിട്ടുള്ള അടിപൊളി മസാല ദോശ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.